ഇന്നത്തെ നമ്മുടെ റെസിപ്പി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പറാത്ത റെസിപ്പിയാണ് കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഡിന്നറിനാണെങ്കിലും അതല്ല ഇപ്പം ഇഫ്താറിൻ്റെ ഒക്കെ സമയത്താണെങ്കിലും എപ്പോഴും പത്തിരിയൊക്കെ ഉണ്ടാക്കും. ഒരു ദിവസം എളുപ്പത്തിൽ ഉണ്ടാക്കണം അല്ലെങ്കിൽ ഒരു ചേഞ്ച് വേണമെന്ന് തോന്നുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും ചെയ്തു വെക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടെ മറക്കരുതേ. അപ്പോൾ ആദ്യം ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1.5 കപ്പ് അളവിൽ മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ അളവിൽ ഉണക്കമുളക് ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പ് 1/2 ടീസ്പൂണിന് താഴെ മതി കേട്ടോ, നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ട് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി കേട്ടോ. ഒരു ടീസ്പൂൺ അളവിലൊക്കെയാണ് വരിക. പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ നിറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുക്കണേ. ഇത്രയും കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ആദ്യം ഇതുപോലെ മിക്സ് ആക്കി എടുക്കുക. അത് കഴിഞ്ഞിട്ട് പാകത്തിനുള്ള പച്ചവെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ മിക്സ് ആക്കുന്നത് കേട്ടോ. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ 1.5 കപ്പ് അല്ല പൊടി എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു 1.5 കപ്പ് വെള്ളം എന്തായാലും വേണം. പിന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ നോക്കിയിട്ട് ഒരു മിക്സാക്കി നോക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ കട്ടയൊന്നുമില്ലാതെ നന്നായിട്ടത് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് ഇതിലേക്ക് നമ്മളൊരു 1 ടേബിൾ സ്പൂൺ ബട്ടർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മെൽറ്റാക്കിയിട്ട് ചൂടാറിയിട്ടുള്ള ബട്ടറാണ് കേട്ടോ. ബട്ടറും കൂടി ഉണ്ടാകുന്ന സമയത്ത് നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും. നമ്മളൊരു ഗാർലിക് പറാത്ത അല്ല ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ നമ്മൾ നോർമലായിട്ട് ഇപ്പോൾ വെളുത്തുള്ളി നല്ല സിമ്പിളായിട്ട് ചെയ്യുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചാലും മതി കേട്ടോ. അപ്പോൾ ഈ ഒരു കട്ടിയിലാണ് നമുക്ക് ഈ ഒരു മാവ് വേണ്ടത് കേട്ടോ, കറക്റ്റായിരിക്കും. ഇനിയിപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കുകയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ചൂടാവുന്ന സമയത്ത് തീ ഒന്ന് കുറച്ച് മീഡിയം ഫ്ലെയിമിലാക്കി വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് പാകത്തിനുള്ള മാവ് ഒഴിച്ചു കൊടുക്കുക. ഒരിത്തിരി കട്ടിയിലാണ് വേണ്ടത്, ഒരുപാട് നൈസായിട്ട് നമ്മൾ ദോശ പരത്തുന്ന പോലെ പരത്തേണ്ടത്. ഈ ഒരു രീതിയിൽ മതി കേട്ടോ. ഇനി ഇതൊന്ന് ആയി വരട്ടെ. ഒരിത്തിരി സമയം ഇതുപോലെ ചെറിയൊരു മാവ് അതിലുണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല. ആ സമയത്ത് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് കൂടുതൽ സമയം വെച്ച് കൊടുക്കണേ. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം നമ്മൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് വരുന്ന സമയത്താണ് നന്നായിട്ട് പൊങ്ങി കിട്ടുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കളറൊക്കെ മാറി കിട്ടും. പക്ഷേ ഒരു കറക്റ്റ് പൊങ്ങിയിട്ടുള്ള നല്ല വീർത്ത് വന്നിട്ടുള്ള ആ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി സമയം എടുത്തിട്ട് തന്നെ ചെയ്യുക. ഒന്നുകൂടെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത്, നടുഭാഗത്ത് പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല, സൈഡിങ്ങനെ ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ തിരിച്ചിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ടും അതിൻ്റെ സൈഡ് ഭാഗം ഇങ്ങനെ അങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയിട്ട്. അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഇത് പൊങ്ങി വരുമോ ഇല്ല എന്നൊക്കെയുള്ള ഡൗട്ട് ഉണ്ടാകും. പക്ഷേ പേടിക്കേണ്ട, പെട്ടെന്ന് ഉഷാറായിട്ട് പൊങ്ങി കിട്ടിക്കോളും. ഒരിത്തിരി സമയം എടുക്കുന്നേ ഉള്ളൂ കേട്ടോ. അതായത് നമ്മളിങ്ങനെ സൈഡിൽ ഇത്തിരി കറക്റ്റ് ചൂടിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല വീർത്ത് ഉഷാറായിട്ട് തന്നെ വരും കേട്ടോ. നമ്മളിപ്പോൾ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ തന്നെ സാധാരണ ഗോതമ്പ് ദോശ ചൂടുമ്പോൾ നമ്മളിങ്ങനെ വരില്ല. പക്ഷേ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ തന്നെ ഉഷാറായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി. നമുക്ക് ചൂടോട് കൂടി തന്നെ പ്ലേറ്റിലേക്ക് എടുക്കാം. ഇനി അതല്ല, ഇതിലേക്ക് ഒരു ഇത്തിരി കൂടെ ബട്ടറിൻ്റെ ഒക്കെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മേലേക്ക് ഒരു ഇത്തിരി ബട്ടർ ഇട്ട് കൊടുത്തിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടാക്കി എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മളിതിങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ പൊങ്ങി വരുന്ന ഒരു സമയത്തൊക്കെ ചട്ടകത്തിൻ്റെ ആ ഒരു സൈഡ് തട്ടിയിട്ട് എവിടെയെങ്കിലും ഇത്തിരി പൊട്ടലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പൊങ്ങി വരാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ നല്ല ബട്ടറൊക്കെ ആയിട്ട് നല്ല മുരിഞ്ഞ് നല്ല ടേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ചൂടോട് കൊടുത്തിട്ട് പ്ലേറ്റിലേക്ക് എടുക്കുക. എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതിയാകും. പിന്നെ ഓരോ തവണ മാവ് ഒഴിക്കുന്ന സമയത്ത് പാൻ ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ. എണ്ണ നെയ്യൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതിയാകും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണല്ലോ ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ പൊങ്ങി വരാൻ ആ ഒരു സമയത്ത് തീ ഒന്നങ്ങ് കൂട്ടി വെച്ചിട്ട് നല്ലോണം അങ്ങ് പ്രസ് ചെയ്ത് പൊക്കിയെടുത്താലും മതിയാവും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ഒരു 1.5 കപ്പ് അളവ് മൈദ വെച്ചിട്ട് ഈ വലുപ്പത്തിലുള്ള ഏകദേശം ഒരു 6-7 പറാത്തയാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുക. ചൂടോട് കൂടി തന്നെ എല്ലാം പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ചൂടോട് കൂടി തന്നെ കറിയൊന്നും ഇല്ലാതെ വെറുതെ ഇങ്ങനെ മുറിച്ച് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളി ചിക്കൻ കറിയോ ബീഫ് കറിയുടെ ഒക്കെ കൂടെ സെർവ് ചെയ്യാം. ചട്നിയുടെ കൂടെ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ കുറുമയാണ് കേട്ടോ സൈഡായിട്ട് എടുത്തിട്ടുള്ളത്. ഇത് തമ്മിൽ നല്ലൊരു കോമ്പിനേഷനായിട്ട് നല്ല ടേസ്റ്റുണ്ട് കഴിക്കാനായിട്ട്. അപ്പം എങ്ങനെയാണ് നല്ല ഈസി ആയിട്ടുള്ളൊരു സിമ്പിൾ ചിക്കൻ കുറുമയുടെ റെസിപ്പി നമ്മൾ കുറേ മുൻപ് ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ, കാണാത്തവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായി എന്ന് തന്നെ വിചാരിക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഡിന്നർ സമയത്തൊക്കെ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇഫ്താറിൻ്റെ സമയത്തും നമ്മളിപ്പോൾ എപ്പോഴും പത്തിരിയും നൂൽപൊട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ദിവസമൊക്കെ പെട്ടെന്ന് ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ്. പിന്നെ ഇതിൽ നമ്മളിപ്പോൾ മൈദ എടുത്തതിന് പകരമായിട്ട് ഗോതമ്പ് പൊടി വെച്ചിട്ടും തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടെ ഒന്ന് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും എന്നത്തെയും പോലെ തന്നെ നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക് യു.